നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ ഇനി പൊന്നി സംസാരിക്കട്ടെ. ദൃക്സാക്ഷിയായ പൊന്നി. വാ പൊന്നി. പൊന്നി, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ആരോ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത് ശരിയല്ലേ? അതെ. ആരോ അല്ല, അവര് രണ്ടുപേരും തന്നെയാ. ഒന്ന് ക്ഷമിക്ക സുസ്മിതേ. നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ നിന്ന് വന്നത്? ഐ മീൻ ഓട്ടോ, കാർ, സ്കൂട്ടി, ഏത് വാഹനത്തിലാ? വാഹനമൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ നടന്നാ വന്നത്. എന്താ നടക്കാവുന്ന ദൂരമുള്ളോ മാർക്കറ്റിലേക്ക്? അല്ല, നല്ല ദൂരമുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ നടന്നു പോയത്? സാധാരണ ഇവിടുത്തെ കാറിലാ പോകുന്നത്. വീട്ടു സാധനങ്ങൾ തീരാറാകുമ്പോ ഞാൻ ഡ്രൈവർക്കൊപ്പം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരും. പൊന്നി ഒറ്റയ്ക്കോ? അതെ. സുസ്മിത ഇതിനു മുമ്പ് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇത്തവണ എന്താ സുസ്മിത കൂടെ വന്നത്? പൊന്നി വിളിച്ചിട്ടാണോ? അല്ല, വീട്ടു സാധനങ്ങളൊന്നും തീർന്നില്ലെങ്കിലും മാർക്കറ്റിൽ പോവാൻ സുസ്മിത നിർബന്ധിക്കുകയായിരുന്നു. അതെന്താ കാരണം? അതെനിക്കറിയില്ല. മാർക്കറ്റിൽ പോവാൻ കാർ എടുക്കാതിരുന്ന എന്താ? കാർ എടുക്കണ്ടെന്ന് പറഞ്ഞതും സുസ്മിത തന്നെയാ. കാരണമൊന്നും പറഞ്ഞില്ലേ? ശരീരത്തിലെ ദുർമേധസ് കുറയ്ക്കാൻ വ്യായാമം ചെയ്യാൻ നടക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ആരുടെ ദുർമേധസ്? സുസ്മിതയുടെ തന്നെ. സുസ്മിത ഇതിനു മുമ്പ് നടക്കാൻ ഇറങ്ങുന്നതോ വ്യായാമം ചെയ്യുന്നതോ പൊന്നി കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. രാവിലെ ഒരു 8:30 വരെയൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുന്നതേ കണ്ടിട്ടുള്ളൂ. മാർക്കറ്റിലേക്കും തിരിച്ചും നിങ്ങൾ നടക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സുസ്മിതയുടെ പെരുമാറ്റം? തടി കുറയ്ക്കണമെന്ന് പറഞ്ഞെങ്കിലും സുസ്മിതയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നി. വാങ്ങിച്ച സാധനങ്ങൾ മുഴുവൻ ഞാനാണ് ചുമന്നത്. ഇടയ്ക്ക് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ സുസ്മിതയ്ക്ക് അവിടുന്ന് പോരാൻ മടിയുള്ളതുപോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് തന്നെയാ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയതും. ഈശ്വര, പെട്ടല്ലോ. അത് ഞാൻ ബാലേന്ദ്രൻ തട്ടിക്കൊണ്ടു പോകുന്നു വിചാരിച്ച് നിന്നതല്ലേ. അതിപ്പോ പറയാനും വയ്യല്ലോ. പൊന്നിക്ക് വേറെന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? സുസ്മിത അവിടെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കും പോലെ എനിക്ക് തോന്നിയത്. തട്ടിക്കൊണ്ടു പോകാനുള്ള കാറ് മുന്നിൽ വന്ന് നിർത്തി അവര് കയറി പിടിച്ചിട്ടും സുസ്മിത ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ആലോചിച്ചപ്പോ അതൊരു ഒത്തുകളി പോലെ എനിക്ക് തോന്നിയത്. അല്ല. ഇനി അവസാന ചോദ്യം. വിഷ്ണു ശാലിനി ആണോ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയത്? അവര് രണ്ടാണുങ്ങളായിരുന്നു. മുഖംമൂടി വെച്ചിരുന്നത് കൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ തടിയും പൊക്കമൊക്കെ വെച്ച് നോക്കുമ്പോ വിഷ്ണുക്കുഞ്ഞ് ആ കൂട്ടത്തിലില്ലായിരുന്നെന്ന് ഉറപ്പാ. വിഷ്ണുവേട്ടന് ശാലിനി റോഡിൽ നിന്ന് എന്നെ പിടിച്ചോണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരാളെ വെച്ച് ചെയ്യിച്ചതാ. എന്നെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച ഗോഡൌണിൽ ശാലിനി വന്നിട്ടുണ്ട്. ആ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ കൊണ്ട് അവൾ എന്നെ തല്ലിക്കുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് ആകുമെങ്കിൽ നീ തെളിയിക്കും സുസ്മിതേ. ഇതങ്ങനെ വിടാൻ പറ്റില്ല. പറ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു ചോദിക്കാം. വേണ്ട മേഡം, ഞാൻ പറയാം. ഇവിടുത്തെ CI ചന്ദ്രബോസ് എന്റെ ചിറ്റപ്പനാ.
അച്ഛന്റെ അനിയൻ. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. നുണപരിശോധനയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗങ്ങളും സാധ്യതകളും തേടി സുസ്മിത ചിറ്റപ്പനെ വിളിക്കുന്നു. ചിറ്റപ്പന്റെ ഉപദേശപ്രകാരമോ സ്വന്തം ബുദ്ധിയാലോ സുസ്മിത ബാലചന്ദ്രനുമായി ചേർന്ന് കിഡ്നാപ്പിംഗ് നാടകം പ്ലാൻ ചെയ്യുന്നു. അല്ല, ഇതൊന്നും സത്യമല്ല. സത്യമാണ് സുസ്മിതെ. ആ, ആ. നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് നീ പറയുന്ന സമയത്തിന് ശേഷവും നീ ബാലചന്ദ്രനെ കോൾ ചെയ്തതിന് തെളിവുണ്ട് ഈ ഫോണിൽ. കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ എവിടാ? സംസാരമൊക്കെ മതി. അവളുടെ കുഴി അവള് തന്നെ കുഴിച്ചു. എന്തായിരുന്നു ആ കോളിന്റെ കണ്ടന്റ്? എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? തട്ടിക്കൊണ്ടുവന്ന സ്ഥലത്തെ സുഖസൗകര്യങ്ങളെ കുറിച്ചോ അതോ തട്ടിക്കൊണ്ടുപോയവരുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചോ? സത്യമേ, ഇതൊന്നും ഇവിടെ വെച്ച് തെളിയിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നാട്ടുകാരുടെ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന സത്യഭാമയുടെ കോടതിയിലും എനിക്ക് വിശ്വാസമില്ല. കാരണം തെളിവുകളല്ല നിങ്ങളുടെ കോടതിക്ക് വേണ്ടത്. നിങ്ങളുടെ കോടതിയെ നയിക്കുന്നത് നിങ്ങളുടെ തന്നെ ബോധ്യങ്ങളും ധാരണകളുമാണ്. അതൊക്കെ തെറ്റാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്നവൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഞാനിവളെ ഇവിടെ കൊണ്ടുവന്നതും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചതും ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനാ. സ്വന്തം ഇഷ്ടോ സ്നേഹമൊന്നും ഈ കേസിനെ ബാധിക്കരുതെന്ന്. എന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഇവളെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുക. അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഈ ശ്രീരഞ്ജിനി തെളിയിക്കും. രോഹിത്തിന് നിങ്ങളുടെ മകൾ പ്രീതിക്കും എന്ത് സംഭവിച്ചെന്ന്. നിക്കേ ആന്റി, ആന്റി ഇവര് പറയുന്ന എല്ലാം കള്ള. ആന്റി എങ്കിലും ഒന്ന് വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.